എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഉച്ചയൂണിൻ്റെ കറികളും അതിൻ്റെ റെസിപ്പിയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തേങ്ങ വറുത്തരച്ച മീൻ കറിയും ചക്ക ഉടച്ചതും വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ചക്ക ഉടച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചക്ക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം. ഇത് വരിക്ക ചക്കയാണ്, നന്നായിട്ട് വിളഞ്ഞ ചക്കയാണ്. അത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്തിട്ട് വൃത്തിയാക്കി എടുക്കാം. കുറച്ച് ചക്കക്കുരുവും കൂടി ഞാൻ ചക്ക വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കും. അതായത് ഇതേപോലെ കുരു എല്ലാം കളഞ്ഞ് ചക്കയൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിനെ നമുക്കിനി ഒന്ന് അരിഞ്ഞെടുക്കാം. ഉടച്ചെടുക്കുന്നതിന് എപ്പോഴും വരിക്ക ചക്കയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് എടുത്ത് വെച്ചിരുന്ന ചക്കയെല്ലാം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പം കുക്കറിലിട്ട് വേവിക്കാനാണ്, അതുകൊണ്ട് അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് തന്നെ നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എടുത്ത് വെച്ച ചക്കയെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേവിക്കാനുള്ള കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകി ഞുറുക്കിയതും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരും കൂടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ചക്ക കുഴച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ ചതച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ചേർത്ത് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ചക്കയുടെ പുറത്തേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് അതിലേക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കയുടെ വേഗിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിക്കാം. ഒരു വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് തുറന്നെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് മീൻ കറിയുടെ അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ചിരകിയത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4-5 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ കളർ മാറി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ എത്രത്തോളം നന്നായിട്ട് മൂക്കുന്നോ കറി അത്രത്തോളം ടേസ്റ്റായി കിട്ടും. അപ്പോൾ നന്നായിട്ട് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ട് കുറച്ചധികം സമയം ഇങ്ങനെ ഇട്ട് സിമ്മിലിട്ട് കൊടുത്ത് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പോഴാണ് കറിക്ക് നല്ല കളർ കിട്ടുന്നത്. ആ ഒരു രീതിയിൽ ഇതേപോലെ നന്നായിട്ട് മൂത്ത് കളറി മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അത് നന്നായിട്ട് തണുത്ത് കിട്ടട്ടെ. അപ്പോൾ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പാരമീനാണ്. നല്ലപോലെ കഴുകി തലയും കൂടെ ചേർത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ വറുത്ത് വെച്ചിരുന്നത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി പുളിക്ക് ആവശ്യമുള്ള വാളം പുളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചക്ക പ്രഷറൊക്കെ പോയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം. അപ്പോൾ ചക്ക റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് അടച്ചങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ചക്ക മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മീൻ കറി തയ്യാറാക്കിയെടുക്കാം. അത് തേങ്ങ വറുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഈ സമയത്ത് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ തക്കാളി ഇതേപോലെ സ്ലൈസ് ചെയ്തതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നടുവിൽ കൂടി കീറിയതാണ്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് കറി വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. കറി അവിടെ ഇരുന്ന് സെറ്റാവുന്ന സമയത്ത് നമുക്ക് വഴുതനങ്ങ ഒന്ന് മെഴുക്ക് പുരട്ടാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കാം. നീളം വഴുതനങ്ങയാണ്. ഈ ഒരു രീതിയിൽ വലിയ വലിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ ഒന്ന് കീറിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വഴുതനങ്ങ മെഴുക്ക് പുരട്ടാൻ വേണ്ടി ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ വഴുതനങ്ങയെല്ലാം ഈ ഒരു രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന വഴുതനയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ചധികം ചെറിയ ഉള്ളി എടുത്ത് വയ്ക്കണം. ചെറിയ ഉള്ളി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി അത് രണ്ടും അവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് എണ്ണ തെളിയാൻ വെച്ചിരുന്ന മീൻ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ എടുത്തൊന്ന് നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതാ നമുക്ക് വഴുതനങ്ങ മെഴുക്ക് പുരട്ടാം. അതിന് വേണ്ടി ഇതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഈ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിക്ക് എപ്പോഴും ചെറിയ ഉള്ളിയാണ് നല്ലത്. സവാളയേക്കാൾ ടേസ്റ്റ് ചെറിയ ഉള്ളിക്കാണ്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി വഴുതനങ്ങ നല്ലതുപോലെ ഒന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് വഴട്ടിയെടുക്കണം. അതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇതാ വഴുതനങ്ങ നന്നായിട്ടൊന്ന് ആവിയൊക്കെ കയറി നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് ക്വാണ്ടിറ്റി നല്ലതുപോലെ കുറയും. വെന്ത് വാടിപ്പോവും. അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ആ എണ്ണയിലിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വഴുതനങ്ങ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഇതാ കിടിലൻ ടേസ്റ്റിലുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി തയ്യാറായി കഴിഞ്ഞു. നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് 2-3 മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. മീൻ കറി ഇതാ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മീനുണ്ട്, അതിനെയും കൂടെ ഒന്ന് അരപ്പ് പുരട്ടി വറുത്തെടുക്കാം. മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നീട് കുറച്ച് ഫിഷ് ഫ്രൈ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. അതും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കാം. ചോറുണ്ണുന്ന സമയത്ത് മീൻ വറുത്തെടുത്താൽ മതിയാകും.
ഇതേപോലെ മസാല പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. അത് ചോറുണ്ണുന്ന സമയത്ത് വറുത്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ കറികളെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിയെടുക്കാം. ഒരു സൈഡിലേക്ക് ഉടച്ച് വെച്ചിരുന്ന ചക്ക വെച്ച് കൊടുക്കാം. ഇനി വറുത്ത മീൻ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീൻ കറിയും കൂടി ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോറിൻ്റെ പുറത്തും ചക്കയുടെ പുറത്തുമായിട്ട് കറി നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.